നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, ക്ഷേമ പെൻഷൻ്റെ മസ്റ്ററിംഗ് തീയതികൾ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സഹകരണ പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർക്ക്, അങ്ങനെയുള്ളവർക്ക് നിലവിൽ മസ്റ്ററിംഗ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി അത് നടക്കുന്നുണ്ട്. എന്നാൽ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വാങ്ങിയിരുന്നവരുടെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങിയിരുന്നവരുടെ മസ്റ്ററിംഗ് ആണ് ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. മസ്റ്ററിംഗ് ചെയ്യുന്നതിന് 3 മാസത്തോളം സർക്കാർ സമയം അനുവദിച്ചിരുന്നു. ഇത് ചെയ്യാത്തവർക്ക് ഈ മാസം മുതൽ പെൻഷൻ തടസ്സപ്പെടുന്നതാണ്. അവരുടെ പെൻഷൻ അക്കൗണ്ട് താൽക്കാലികമായിട്ട് മരവിപ്പിച്ച അവസ്ഥയിലായിരിക്കും. ഗുണഭോക്താക്കളെല്ലാം ശ്രദ്ധിക്കുക. ഈ മാസം പെൻഷൻ വിതരണം സാധാരണ രീതിയിൽ തന്നെയാണ്. ഈ ആനുകൂല്യമാണ് മസ്റ്ററിംഗ് ചെയ്തവർക്ക് തടസ്സപ്പെടുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, മാതൃജ്യോതി എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. വിവിധ വെല്ലുവിളികൾ, ശാരീരിക മാനസിക വെല്ലുവിളികളൊക്കെ നേരിടുന്ന, വൈകല്യ തോത് 40% അതിന് മുകളിലൊക്കെ ഉള്ളവർക്ക്, അതും വ്യത്യസ്ത വെല്ലുവിളികൾക്ക് വ്യത്യസ്ത വൈകല്യ തരാതിൻ്റെ ശതമാനമൊക്കെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സാമൂഹ്യ നീതി വകുപ്പ് മാതൃജ്യോതി എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതായത് അവരുടെ ആദ്യ പ്രസവത്തിന്, കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് വേണ്ടി, കുഞ്ഞിന് 2 വയസ്സാകുന്നത് വരെയോ അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ച ശേഷം പിന്നീട് 2 വർഷത്തേക്ക്, ഈ രീതിയിലാണ് നമുക്ക് 2000 രൂപ വീതം പ്രതിമാസം സഹായം നൽകുന്നത്. പരമാവധി 48,000 രൂപ വരെ 2 വർഷക്കാലത്തേക്ക് ലഭിക്കുന്ന മാതൃജ്യോതി എന്ന് പറയുന്ന പദ്ധതി ആദ്യ പ്രസവത്തിന് ഭിന്നശേഷി നേരിടുന്ന അമ്മമാർക്ക് ലഭിക്കുന്ന ഒരു പിന്തുണ കൂടിയാണ്. അപ്പോൾ ഈ സ്കീമിലേക്ക് അപേക്ഷ വെക്കാൻ താല്പര്യമുള്ള, വിവിധ വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഈ പദ്ധതിയെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുക. വേണ്ട സഹായങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും അംഗനവാടി വഴി ലഭിക്കും. അതിനുശേഷം ഓൺലൈൻ വഴി അപേക്ഷകൾ സബ്മിറ്റ് ചെയ്താൽ മതിയാകും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ആധാർ കാർഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ ആധാറിൽ ഇപ്പോൾ വിവിധ കാര്യങ്ങൾക്ക് നമ്മൾ അപേക്ഷ വയ്ക്കുമ്പോൾ, സർക്കാരിൻ്റെ പദ്ധതികളായിക്കോട്ടെ, മറ്റേതെങ്കിലുമൊക്കെ സ്കീമുകളായിക്കോട്ടെ, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വിവിധ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ആധാർ അധിഷ്ഠിത KYC സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. യഥാർത്ഥ ഗുണഭോക്താവിനെ സ്ഥിരീകരിക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ടും യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് ആനുകൂല്യം ലഭിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ആധാർ അധിഷ്ഠിത KYC സംവിധാനം കൊണ്ടുവരുന്നത്. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് OTP വരികയും ആ OTP കൃത്യമായിട്ട് നൽകുകയും വേണം. അതല്ലെങ്കിൽ ബയോമെട്രിക് ഒതൻറ്റിക്കേഷനോ അതല്ലെങ്കിൽ ഫേസ് ഒതൻറ്റിക്കേഷനോ ആണ് ഇതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ കൃത്യമായിട്ട് അവരുടെ ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യുന്നതിന്, മൊബൈൽ നമ്പർ ആക്റ്റീവ് അല്ലാത്തതാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുന്നതിന്, അതോടൊപ്പം തന്നെ പഴയ ഫോട്ടോയാണ് നിലവിൽ ആധാറുള്ളത് എങ്കിൽ ആ ആധാറിലെ ഫോട്ടോ അക്ഷയ കേന്ദ്രം വഴി ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുന്നതിന്, അതിനെല്ലാം വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 6,000 രൂപ ലഭിക്കുന്ന കർഷകരെല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ഇതുകൂടാതെ കൃഷിസ്ഥലമുള്ളവർക്കെല്ലാം തന്നെ ലഭിക്കുന്നതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ. നിലവിൽ 2 ലക്ഷം രൂപ വരെ ഈടില്ലാതെ ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ വഴി വളരെ എളുപ്പത്തിൽ ഇപ്പോൾ പ്രോസസ്സിംഗ് പൂർത്തിയാക്കി ഇത്തരത്തിൽ വായ്പകൾ വിതരണം ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റെ പലിശ സബ്സിഡി, കേന്ദ്ര സർക്കാരിൻ്റെ പലിശ സബ്സിഡി കൂടി ലഭിക്കുന്നതുകൊണ്ട് 4% മാത്രമാണ് വാർഷിക പലിശ നിരക്ക്. അത് നമ്മുടെ കൃഷിസ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഷെയർ ചെയ്ത് അതിൻ്റെ വിളയെ കൂടി അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു വായ്പാ തുക ബാങ്കുകൾ നിശ്ചയിക്കുന്നത്. സ്കീമിനെ പറ്റി കൃത്യമായിട്ട് നമ്മളുടെ പ്രദേശത്തുള്ള നാഷണലിസ്റ്റ് ബാങ്ക് വഴി അന്വേഷിച്ചറിയുക. അതിനുശേഷം താല്പര്യമുള്ളവർ അപേക്ഷകൾ വയ്ക്കുക. 3 ആഴ്ചക്കുള്ളിൽ തന്നെ ലോൺ പാസ്സായി അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവുന്നതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നുണ്ട്. ഒരു ATM രൂപത്തിലുള്ള കാർഡാണ്. ഇതുവഴി നമുക്ക് തുക പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ പിൻവലിക്കുന്നതിനും ആ അക്കൗണ്ടിൽ തന്നെ തിരികെ തുക ഇടുന്നതിനും സാധിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.